ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻഗേജ്മെൻറ്റിന് പോവുകയാണ്. കസിൻ്റെ സുജി വല്യമ്മച്ചിയുടെ മോളുടെ എൻഗേജ്മെൻറ്റ്. നമ്മൾ താമസിച്ചെന്നും പറഞ്ഞ പിള്ളോപ്പം ബഹളം വെക്കുന്നു. ഞാൻ രണ്ടായി പച്ച ഇതും അമ്മുക്കുട്ടി സാരിയും. അപ്പം അതുകൊണ്ട് അമ്മ കാറെടുക്കുന്ന അമ്മച്ചമ്മ നേരത്തെ പോയി, 8-9 മണിക്കേ പോയി. അപ്പം വീഡിയോയിലോട്ട് ഇത് ഞാൻ അമ്മോൻ ചേട്ടൻ്റെ കല്യാണത്തിന് ഇട്ട് കൊടുക്കുക. സ്നാപ്പ് എടുക്കുന്നു. ഒന്നും പറ്റിയില്ല. എന്താ പറ്റി ഇങ്ങനെ ഇരിക്കുന്നത്? നേരത്തെ അവിടെ ഇരുന്നോളാം. അമ്മച്ചമ്മ വിളിച്ചല്ലേ? ബാറ്റ് കൊടുപ്പെടുത്ത സമയം കൊണ്ട് അവളെ ഇറങ്ങി അങ്ങ് പോയി. അമ്മച്ചമ്മ 9 മണിക്കേ പോയി. 9 മണിയാ? 10 മണി കഴിഞ്ഞ അവള് പോയപ്പോ. നമുക്ക് അമ്പലത്തിൽ കയറണം. എന്തുവാ, അമ്മച്ചമ്മ ടീംസ് ഒക്കെ വരും. അമ്മച്ചമ്മ നേരത്തെ പോയി. അവിടെ ഇപ്പൊ ഏതാണ്ടൊക്കെ പൂജ നടക്കുക അവിടെ അമ്പലത്തില്. അമ്മച്ചമ്മ ഇന്നലെ പറഞ്ഞു ഞാൻ നേരത്തെ പോകും, നിങ്ങളെ നോക്കി നിക്കത്തില്ല. അപ്പൊ തിരിച്ചു അങ്ങനെ അങ്ങ് പോയാ മതി. ഉള്ളപ്പോ ഒരു കണ്ണാടിയേ ഉള്ളു, ഒരു സാധനങ്ങളേ ഉള്ളു. ഓരോരുത്തർ ഒരുങ്ങി മാറുമ്പോഴല്ലേ കൊറേ ഉണ്ട്. എന്നാലും കണ്ണാടിയൊക്കെ ഇവിടെ വരത്തുള്ളൂ. കണ്ണാടി പോട്ട് ഐലൈനറും എല്ലാം ഒരെണ്ണം അല്ലേ ഉള്ളു. അല്ല, ഓരോരുത്തർക്ക് ഓരോന്ന് അടിച്ചു ഇവിടെ വെച്ചാണ് എൻഗേജ്മെന്റ്. പക്ഷെ നമ്മൾ ആദ്യം ആനന്ദവല്ലീശ്വര അമ്പലത്തിൽ കയറി തൊഴാൻ പോവാ, എന്നിട്ട് അങ്ങോട്ട് പോകും. ആ, അമ്പലത്തിൽ കയറണോ? അമ്പലത്തിൽ കയറി തൊഴുതിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അമ്മയൊന്നും വന്നില്ലല്ലേ? നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുത് ഇറങ്ങി. ഞാൻ എനിക്ക് നെറ്റി നിറച്ചിടണം ചൊല്ലനെ. നിങ്ങളെ അമ്മയെ കണ്ടില്ലല്ലോ? അമ്മ ഇപ്പൊ വലിച്ചു ഞാൻ കാര്യം. അമ്മ മാമ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതുകൊണ്ട് കുഞ്ഞമ്മയൊക്കെ വരുന്നു. ഞാനാന്ന കല്യാണ പെണ്ണ്, ഞാനല്ല. ഹായ് പറ. പനിയാന്നോ? വയ്യേ? ചുമയുണ്ടോ? മരുന്ന് തരൂ ഇപ്പൊ ഡോക്ടർ.
സാരി നമ്പർ 1, സാരി നമ്പർ 2, സാരി കൺഗ്രാജുലേഷൻസ് ഒന്ന്. കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ ശക്തികുളങ്ങര വില്ലേജിൽ കന്നിമേൽ ചേരിയിൽ 2534 നമ്പർ ആദിത്യ വിലാസം NSS കരവാംഗമായ ഗണേശകൃപയിൽ ശ്രീമാൻ ഗോപകുമാരന്റെയും ശ്രീമതി അജിതകുമാരിയുടെയും മകൾ ശ്രീലക്ഷ്മിയും കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ താലൂക്കിൽ മൈനാപ്പള്ളി വില്ലേജിൽ കടപ്പ NSS 422 നമ്പർ കരവാംഗമായ മാവേലിൽ വീട്ടിൽ ശ്രീമാൻ മോഹനൻ പിള്ളയുടെയും ശ്രീമതി ജലജയുടെയും മകൻ അനീഷ് മോഹനും തമ്മിലുള്ള വിവാഹ നിശ്ചയമാണ് ഇന്നിവിടെ നടന്നത്. ഇവർ തമ്മിലുള്ള വിവാഹ തീയതിയും സ്ഥലവും കാലം കൂടി അറിയിക്കുന്നതാണ്. ഇനി വിവാഹത്തിന്റെ മോതിരാടിയുടെ ചടങ്ങ് നടക്കുന്നത്. ജയലക്ഷ്മിയുണ്ട്, അച്ഛനുണ്ട്, ഡയാനയുണ്ട്, ശശികലയുണ്ട്. ഒന്നാമത്തെ ഇവള് നർത്തകിയാ. ഇവള് അമ്മ നർത്തകി, അച്ഛൻ പാട്ടുകാരൻ, നൃത്ത അധ്യാപിക. നൂപുര, രാമകുളങ്ങരയില് നൂപുര. അത് അടിപൊളി ഡാൻസ് ഏരിയാട്ടാ, സൂപ്പറാ. ആ ഒരു ദിവസം വരാം കേട്ടോ. ഡയാന ചേച്ചി കേൾക്കാൻ വേണ്ടി കേട്ടാ. ഇവള് പറയാ ഇവളെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ്. അപ്പൊ ഡയാനെ അജിതയൊക്കെ എന്തായാലും അവരൊന്ന് നിനക്ക് പൊങ്കാലയിടും. രണ്ട് നാത്തുമാരപ്പുറം അപ്പുറം. ചെറുക്കൻ്റെ അച്ഛൻ, പെണ്ണിന്റെ അച്ഛൻ, ചെറുക്കൻ്റെ അച്ഛൻ.
ഒന്നും വ്ലോഗിൽ കാണിച്ചില്ലേ പിന്നെ എന്തുവാ? ഒപ്പിയടിക്കുക. വ്ളോഗിൽ ഇടാൻ എടുക്കുവാട്ടാ. വ്ളോഗ് അമ്മാണെന്നങ്ങ് വിലസുന്നത്. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരുന്നു. അമ്മു മീന ചൂടെടുക്കുന്നോ? എന്റെ കുഞ്ഞ് എ സിയിലിരുന്ന് ഇതായോണ്ട് അങ്ങ് ചൂടാ വെളിയിറങ്ങി. എന്തോ പറ്റി? മുഖമൊക്കെ ഡള്ളായിരിക്കുന്നല്ലേ. ജിമ്മിൽ പോയി വയ്യ പാവത്തിന്. ഒന്നും കൂടെ കാണിച്ചേ. അമ്മുകുട്ടി ഗൈസ്, ഇന്ന് ഇവർ രണ്ടുപേരിലും ആരാ നല്ലോണം കാണാൻ കൊള്ളാവുന്നത്? അയ്യേ, ആരുമല്ല ഞാന്. ചിപ്സ്, പപ്പടം, മറ്റേ സാധനം ഇല്ലല്ലോ ഇതിനകത്ത്. ചോറ് വന്ന് പരിപ്പ് വന്നില്ല. എന്റെ ചിപ്സ് എടുത്ത് തിന്നാടി. അടി പരിപ്പ് ഞാൻ എവിടാൻ പോവാ? ക്യാമറ കൂടെ നോക്കി എവിടണം. നമുക്ക് കഴിക്കാം. എനിക്ക് പിടിക്കാൻ രഥമില്ല. കുപ്പിയും തിന്നതാണ് പറ്റുന്നില്ലേ? ഇനി ഞങ്ങളുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അവിടെ എന്തുവാടെ? അവിടെ ഉടുപ്പ് വീഡിയോ എടുക്കാം. ഇനി നമുക്ക് ചേച്ചിയായിട്ട് ഒന്ന് എടുക്കാം. ഇവിടെ ഇവിടെ വേണ്ട അനിയത്തി ചേട്ടത്തിയെ മാത്രം ഇരുത്തി. നേരെ വയ്യ മത്താല.
ഇച്ചിരി മാറി മാറി ഇരിക്കുന്നു, ഇച്ചിരി ചേർന്നിരിക്കും. ചെല്ല് ചെല്ല്, നിങ്ങൾ ചെല്ല്. വാ ഡേ, അപ്പൊ ടാറ്റ, ബൈ ബൈ. വെയിറ്റ് നമ്മളുടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ പോവുകയാണ്. ബൈ. നമുക്ക് വീട്ടിൽ പോവാം. നമ്മൾ ഇറങ്ങി പോവാണ്. ഒടിഞ്ഞ കാലിൽ കുട്ടിയുടെ കാലിലല്ലായിരുന്നു. അയ്യോ കാല് വയ്യല്ലേ. അമ്മയുടെ കാലിലോട്ട് വേണ്ട വേണ്ട, അയ്യോ എന്റെ പൊന്നോ. അത് പിന്നെ ഒരു ഞങ്ങടെ ഉള്ളപ്പ ചോദിച്ചേ. നമ്മളിനി വീട്ടിൽ പോയിട്ട് കാണാം. അപ്പൊ ഗൈസ്, നമ്മള് എൻഗേജ്മെന്റിനൊക്കെ പോയി കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങി എണീച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പോയി മുഖമൊക്കെ കഴുകണം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.